ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റെയർ സെറ്റ് എന്താണ്, മീഗർ സെറ്റ് എന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി സെറ്റ്, നോൺ മീഗർ സെറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് കാറ്റഗറി സെറ്റ് എന്താണെന്ന് അതിനെപ്പറ്റി പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾസ് കണ്ടു കഴിഞ്ഞു. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി നമ്മൾ പറഞ്ഞു, ബേഴ്സ് കാറ്റഗറി തിയറി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കണം, ചോദിക്കാവുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വി കൺസിഡർ അനദർ ഇമ്പോർട്ടൻറ്റ് തിയറം, യൂണിഫോം ബൗണ്ടഡ്നെസ് തിയറം. യൂണിഫോം ബൗണ്ടഡ്നെസ് തിയറം വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് യൂണിഫോം ബൗണ്ടഡ്നെസ് തിയറം. ഓക്കെ, നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് സീക്വൻസ് Tn be a sequence of bounded linear operators, that is Tn from x to y, from a Banach space x into a normed space y, such that the sequence norm Tnx is bounded for all x element of x. Say norm Tnx less than or equal to Cx, C suffix x ആണ്. norm Tnx less than or equal to Cx for n equal to 1, 2, 3, etc. Equation A, where Cx, C suffix x, is a real number, then the sequence of the norms, that is sequence norm Tn, is bounded. That is sequence norm Tn is bounded. That is, there is a number C such that norm Tn less than or equal to C for all n equal to 1, 2, 3, etc. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ടി എൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ്. അല്ലെങ്കിൽ ടി എൻ എന്ന് പറയുന്ന ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. ടി എൻ ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ. ദാറ്റ് ഈസ് ടി എൻ ഈസ് എ മാപ്പിംഗ് ഫ്രം എ Banach സ്പേസ് എക്സ് ഇൻ ടു എ നോർമഡ് സ്പേസ് വൈ. ടി എൻ എന്ന് പറയുന്നത് is a bounded linear operator from a Banach space x into a normal space y. വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ് യൂണിഫോം ബൗണ്ടഡ്നെസ് തിയറം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കണം, സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും. ഓക്കെ, അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ടി എൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം എ Banach space x into a normal space y ആണ്. ഫസ്റ്റ് സ്പേസ് Banach സ്പേസ് ആണ്, കംപ്ലീറ്റ് നോർമൽ സ്പേസ് ആണ്. സെക്കൻഡ് സ്പേസ് നോർമൽ സ്പേസ് ആണ്. ഇപ്പോൾ ടി എൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം എ Banach space x into a normal space y ആണ്. ഓക്കെ, so we consider sequence Tn. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീക്വൻസ് ടി എൻ ആണ്. ഓക്കെ, we consider sequence Tn such that the sequence norm Tnx is bounded. Sequence norm Tnx is bounded. Sequence norm Tnx എന്ന് പറയുന്നത് this sequence is bounded for all x element of x. That is, for each x element of x, sequence norm Tnx x is bounded. That is, for each fixed x, sequence norm Tnx, that is, for example, if we consider an x1, we consider a fixed x1 belongs to capital X, then sequence norm Tn x1, sequence norm Tn x1 is bounded. Okay, that is, for each fixed x, we get a sequence, that is sequence norm Tnx. For each fixed x, we get a sequence norm Tnx. That is, that sequence is bounded. That is a given condition. That sequence is bounded. Sequence norm Tnx is bounded for all x element of x. Say norm Tnx less than or equal to some real number Cx. ഇവിടെ നമ്മൾ C suffix x, that means ഓരോ ഫിക്സഡ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൗണ്ടാണ് നമ്മൾ സി എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മളിവിടെ ദിസ് ബൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. ഓക്കെ, കാരണം ഓരോ ഫിക്സഡ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സീക്വൻസ് ഫോം ചെയ്യുന്നുണ്ട്, സീക്വൻസ് ടി എൻ എക്സ് എന്ന് പറയുന്നു. സോ ഈ സീക്വൻസ് ടി എൻ എക്സ് എന്ന് പറയുന്ന ഈ സീക്വൻസ് നോം ടി എൻ എക്സ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓരോ എക്സ് ഫിക്സഡ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ബൗണ്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദാറ്റ് ബൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. അതുകൊണ്ട് നമ്മൾ സി സഫിക്സ് എക്സ് എന്ന് ഈ ഒരു ബൗണ്ടിനെ അല്ലെങ്കിൽ റിയൽ നമ്പറിനെ സി സഫിക്സ് എക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കാരണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദാറ്റ് ഈസ് ഈ ബൗണ്ടഡ് എന്ന് പറയുന്നില്ല, ഈ ഈ ബൗണ്ട് നമ്മൾ പറയുമ്പോൾ ഇതൊരു പോയിന്റ് വൈസ് ബൗണ്ട്നെസ് കണ്ടീഷനാണ്, അല്ലെ പോയിന്റ് വൈസ് ബൗണ്ട്നെസ് കണ്ടീഷനാണ്. ദാറ്റ് ഈസ് ഇവിടെ ഈച്ച് ഫിക്സഡ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ബൗണ്ടഡ് സീക്വൻസ് നോം ടി എൻ എക്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈച്ച് ഫിക്സഡ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ സീക്വൻസ് നോം ടി എൻസ് ബൗണ്ടഡ് സീക്വൻസ് നോം ടി എൻ എക്സ് കിട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ ദാറ്റ് ഇസ് എ പോയിന്റ് വൈസ് ബൗണ്ട്നെസ് വേർ സിക്സ് ഇസ് എ റിയൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് സീക്വൻസ് ടി എൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ് ഫ്രം എ Banach സ്പേസ് എക്സ് ഇൻറ്റു എ നോർമൽ സ്പേസ് വൈ, ആൻഡ് സീക്വൻസ് നോം ടി എൻ എക്സ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ് ഫോർ ഈച്ച് ഫിക്സഡ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് എ പോയിന്റ് വൈസ് ബൗണ്ട്നെസ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂണിഫോം ബൗണ്ട്നെസ് തിയറം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദെൻ ദ സീക്വൻസ് നോം ടി എൻ, അങ്ങനെയാണെങ്കിൽ സീക്വൻസ് നോം ടി എൻ ബൗണ്ടഡ് ആയിരിക്കും. അതായത് സീക്വൻസ് നോം ടി എൻ എക്സ് ബൗണ്ടഡ് ആണെങ്കിൽ ദെൻ by using the uniform boundedness theorem, we can say that sequence norm Tn is bounded. That is, norm Tn less than or equal to some C for n equal to 1, 2, 3, etc. So sequence norm Tn
ഈസ് ബൗണ്ടഡ്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ദാറ്റ് ഈസ് എ യൂണിഫോം ബൗണ്ടഡ്നെസ് കണ്ടീഷൻ. സോ നേരത്തെ നമ്മൾ പറഞ്ഞു ദാറ്റ് bound depends on each fixed x element of x. Here this condition is true for all n. That is this does not depend on a fixed x. This boundedness condition, like this boundedness condition of this sequence does not depend on a fixed x. Okay, so here we get the sequence norm Tn is bounded for all n equal to 1, 2, 3 etc. That is here the uniform boundedness condition, and here we get the here we get the point-wise boundedness condition, and for this sequence we get the uniform boundedness condition. That is point-wise boundedness implies uniform boundedness. That is a uniform boundedness theorem. Clear ആണല്ലോ? Okay, so statement ഉൾപ്പെടെ പഠിച്ചു വെക്കേണ്ടതാണ് യൂണിഫോം ബൗണ്ടഡ്നെസ് തിയറം. Okay, so we consider the proof. For every k element of n, let ak is equal to, for every k we consider a set ak, that is set ak is set of all x element of capital X such that norm Tnx less than or equal to k for all n. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ എക്സുകളുടെയും നോം Tnx ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിട്ടുള്ള എല്ലാ എക്സുകളുടെയും കളക്ഷനാണ് എ കെ എന്ന് പറയുന്ന സെറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ വി വിൽ പ്രൂവ് ദാറ്റ് എ കെ ഈസ് ക്ലോസ്ഡ്. നെക്സ്റ്റ് നമുക്ക് കാണിക്കേണ്ട ഈ സെറ്റ് നമ്മൾ എ കെ എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് കാണിക്കേണ്ട എ കെ എന്ന് പറയുന്ന സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം. ദാറ്റ് ഈസ് എ കെ ക്ലോഷറും എ കെയും ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. സോ ക്ലിയർലി എ കെ സബ്സെറ്റ് ഓഫ് എ കെ ക്ലോഷർ. നമുക്ക് തിരിച്ച് കാണിക്കണം എ കെ ക്ലോഷർ സബ്സെറ്റ് ഓഫ് എ കെ എന്ന് കാണിക്കണം. സോ ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ കെ ക്ലോഷർ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോഷറിൽ എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എലമെൻറ്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആ സെറ്റിൽ ഫോം ചെയ്യാം. ദാറ്റ് ഈസ് ദെൻ ദർ എക്സിസ്റ്റ് എ സീക്വൻസ് എക്സ് ജെ in AK such that xj converges to x. Okay, since xj belongs to AK, xj എന്ന് പറയുന്നത് AK യിലെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് AK യിലെ എലമെൻ്റ് ആണെന്നുള്ള കണ്ടീഷൻ അനുസരിച്ച് നോം Tn xj ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ആയിരിക്കും. ക്ലിയർ ആണല്ലോ? AK യിലെ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ സെറ്റിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് കിട്ടും ഫോർ എവറി ഫിക്സഡ് n we get norm Tn xj ലെസ് ദാൻ ഓർ ഈക്വൽ ടു k. As j tends to infinity we get norm Tn x less than or equal to k. Since norm is continuous, applying the limit j tends to infinity on both sides, so we get norm Tnx less than or equal to k. And reason a bracket നമ്മൾ പറയുന്നുണ്ട്. Okay, so therefore നമുക്ക് എന്ത് കിട്ടി? norm Tnx less than or equal to k ആണെങ്കിൽ by this condition, by the definition of the set AK, norm Tnx less than or equal to k ആണെങ്കിൽ x എന്ന് പറയുന്നത് AK എന്ന് പറയുന്ന സെറ്റിലെ എലമെൻ്റ് ആണെന്ന് കിട്ടും. So we get x element of AK. That is x നമ്മൾ AK ക്ലോഷറിൽ ചൂസ് ചെയ്തു. ലാസ്റ്റ് we get x belongs to AK. That means AK ക്ലോഷർ സബ്സെറ്റ് ഓഫ് AK. Therefore AK ക്ലോഷർ ഈക്വൽ ടു AK എന്ന് കിട്ടി. ഓൾറെഡി AK സബ്സെറ്റ് ഓഫ് AK ക്ലോഷർ ആണ്. Here we get AK ക്ലോഷർ സബ്സെറ്റ് ഓഫ് AK. Therefore AK ക്ലോഷർ ഈക്വൽ ടു AK. Hence AK is closed. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത സെറ്റ്, നമ്മൾ AK എന്ന് പറയുന്ന ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തു. ആ സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് കാണിച്ചു. ഓക്കെ, നെക്സ്റ്റ് each x element of capital X belongs to some AK. നമ്മുടെ ബെനാക് സ്പേസ് എക്സിൽ ഏത് വെക്റ്റർ എക്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അത് നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത ഏതെങ്കിലും ഒരു AK എന്ന് പറയുന്ന സെറ്റിലെ എലമെൻ്റ് ആയിരിക്കും. കാരണം നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് നോം ഫോർ ഈച്ച് ഫിക്സഡ് എക്സ് നോം Tnx ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ലെസ് സം റിയൽ നമ്പർ CX ആണ്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് നോം Tnx ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം k ആണെങ്കിൽ, സം റിയൽ നമ്പർ k ആണെങ്കിൽ ദാറ്റ് എക്സ് ബിലോങ്സ് ടു AK. സോ നമ്മുടെ ഈ കണ്ടീഷൻ അനുസരിച്ച് ഫോർ ഈച്ച് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് ഓൾവേസ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ നോം Tnx ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം k. ഹിയർ k is some C. ഹിയർ k എന്ന് പറയുന്നത് ഹിയർ ഇറ്റ് ഈസ് CX. ഓക്കെ, സോ ദെർഫോർ by our assumption we get this x belongs to some AK. By our assumption, by our condition, by the given condition we get each x element of capital X belongs to some AK. Clear ആണല്ലോ? ഓക്കെ, ഹെൻസ് അതായത് ക്യാപിറ്റൽ എക്സിൽ ബെനാക് സ്പേസ് എക്സിൽ ഏത് വെക്ടർ എക്സ് എടുത്തു കഴിഞ്ഞാലും അത് ഏതെങ്കിലും ഒരു AK എന്ന് പറയുന്ന സെറ്റിൽ ഏതെങ്കിലും ഒരു AKയിൽ ഉണ്ടായിരിക്കും എക്സ് എന്ന് പറയും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബെനാക് സ്പേസ് എക്സിനെ നമുക്ക് ഇങ്ങനെയുള്ള AKകളിൽ യൂണിയൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് ക്യാപിറ്റൽ X ഇസ് ഈക്വൽ ടു യൂണിയൻ K ഈക്വൽ ടു 1 to infinity AK. ഓക്കെ, ഇനി എക്സ് കംപ്ലീറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബെനാക് സ്പേസ് ആണ്, കംപ്ലീറ്റ് നോർമൽ സ്പേസ് ആണ്. സോ എക്സ് കംപ്ലീറ്റ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ബെയേഴ്സ് കാറ്റഗറി തിയറം, അതായത് നമ്മൾ എക്സ് എന്ന് പറയുന്ന ബെനാക് സ്പേസിനെ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന കംപ്ലീറ്റ് നോർമൽ സ്പേസിനെ നമുക്ക് യൂണിയൻ K ഈക്വൽ ടു 1 to infinity AK എന്ന് പറയുന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം.
ആൻഡ് ഓൾസോ എ കെ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണെന്ന് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബേഴ്സ് കാറ്റഗറി തിയറത്തിലേക്ക് നമുക്ക് പോകാം. ബേഴ്സ് കാറ്റഗറി തിയറി ഇതായിരുന്നു പറഞ്ഞത്, അതായത് ബേഴ്സ് കാറ്റഗറി തിയറം ഇതായിരുന്നു പറഞ്ഞത്, if x not equal to 5 is complete and x is equal to union k equal to 1 to infinity ak, where ak is closed, then at least one ak contains a non-empty open subset എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ x എന്ന് പറയുന്ന x is a non-empty complete subset, x is a non-empty complete normed space ആണ്, x is a complete normed space, and x can be written as union k equal to 1 to infinity ak, and also ak is closed. Okay, also ak is closed. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബേഴ്സ് കാറ്റഗറി തിയറം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അറ്റ്ലീസ്റ്റ് വൺ എ കെ ഹിയർ അറ്റ്ലീസ്റ്റ് വൺ എ കെ കണ്ടെയ്ൻസ് എ നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ്, അറ്റ്ലീസ്റ്റ് വൺ എ കെ കണ്ടെയ്ൻസ് എ നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. Hence x is equal to union k equal to 1 to infinity ak, since x is complete using the Bayes category theorem, using the Bayes, x is complete and ak is closed, then using the Bayes category theorem we get at least one of the ak contains a non-empty open ball or non-empty open set. Okay, that is, that open ball we denote it as b naught, that is b naught equal to b of x naught r with the center x naught and radius r, so which contained it സം എ കെ, ഏതോ ഒരു എ കെയിൽ ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു എ കെയിലെങ്കിലും അത്തരത്തിലൊരു ഓപ്പൺ ബോൾ നമുക്ക് പറയാൻ പറ്റും. സപ്പോസ് ആ ഓപ്പൺ ബോൾ എന്ന് പറയുന്ന എ കെ നോട്ട് എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക. സോ വി ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ ബോൾ വി നോട്ട് വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ എ കെ നോട്ട്, എക്സ് നോട്ട് സെൻറ്റർ ആക്കിക്കൊണ്ട് ആ റേഡിയസിലുള്ള ഒരു ഓപ്പൺ ബോൾ എ കെ നോട്ട് എന്ന് പറയുന്ന ഒരു സെറ്റിൽ അല്ലെങ്കിൽ ഒരു എ കെയിലുണ്ടെന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ നെക്സ്റ്റ്, let x not equal to 0 vector be an arbitrary element in the full space x. Okay, and set z is equal to, then using that x we define another vector z, that is z is equal to x naught plus gamma x. ഓൾറെഡി എക്സ് നോട്ട് നമ്മൾ പറഞ്ഞു ഈ ഓപ്പൺ ബോളിൻ്റെ സെൻറ്ററാണ് എക്സ് നോട്ട്. നമ്മളിപ്പോൾ ഒരു എക്സ് ചൂസ് ചെയ്തു, ഒരു എക്സ് ക്യാപിറ്റൽ എക്സ് നമ്മൾ വെക്ടർ എക്സ് ചൂസ് ചെയ്തു, എക്സ് നോട്ട് ഓൾറെഡി നമുക്കുണ്ട്. ദെൻ ഗാമ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന r/2 ഇൻറ്റു നോം എക്സ്. ആർ റേഡിയസ് ഓഫ് ദിസ് ഓപ്പൺ ബോൾ ഈസ് ആർ. സോ അത് യൂസ് ചെയ്ത് നമ്മൾ ഗാമ ഡിഫൈൻ ചെയ്യുന്ന ഗാമ ഈസ് r/2 നോം എക്സ്. ദെൻ യൂസിങ് ദാറ്റ് ഗാമ എക്സ് നോട്ട് വി ഡിഫൈൻ എ വെക്ടർ z ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഗാമ എക്സ്. ഓക്കെ, വേർ ഗാമ ഈസ് r/2 ഇൻറ്റു നോം എക്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ കൺസിഡർ നോം z മൈനസ് എക്സ് നോട്ട്. Norm z minus x naught, that is equal to norm gamma x, that is equal to mod gamma. Gamma is a real number, gamma is a scalar. So using the norm property we can write that is equal to mod gamma into norm x, and gamma is non-negative by the definition of gamma, by the arrangement of gamma. Clearly gamma is a non-negative number, so mod gamma become gamma, so gamma into norm x, and gamma is r/2 into norm x, so that is equal to r/2, which is strictly less than r. Therefore that is we get norm z minus x naught strictly less than r. That means z belongs to the open ball with the center x naught and radius r, that is z belongs to b naught, which is subset of ak naught, that is we get z belongs to ak naught, z belongs to the set ak naught. Then by the definition of the set ak naught we get norm Tn z less than or equal to k naught for all n. By the definition of the set ak naught we get norm Tn z less than or equal to k naught for all n. And also എക്സ് നോട്ട് എന്ന് പറയുന്നതും ഇവിടുത്തെ എലമെൻ്റ് ആണ്. എക്സ് നോട്ട് എന്ന് പറയുന്നത് ഈ ഓപ്പൺ ബോളിൻ്റെ സെൻറ്ററാണ്. സോ ക്ലിയർലി എക്സ് നോട്ട് എവിടെയുണ്ട്? എ കെ നോട്ടിൽ ഒരു എലമെൻറ്റ് തന്നെയാണ്. സോ ബൈ ദ ഡെഫിനിഷൻ ഓഫ് എ കെ നോട്ട് വി ഗെറ്റ് നോം ടി എൻ എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ നോട്ട് ഫോർ ഓൾ എൻ, സിൻസ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ കെ നോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. ദെൻ ഫ്രം ഇക്വേഷൻ 1 നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇസിൽ സെറ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് നമുക്ക് എക്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ദറ്റ് ഇസ് വി ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഗാമ. Now for all n we consider norm Tnx, that is equal to norm Tn of z minus x naught by gamma, and since Tn is linear we can write that is equal to 1 by gamma into norm Tn of z minus x naught, and that is equal to 1 by gamma into norm Tn z minus Tn x naught, and that is using the triangle inequality, that is less than or equal to 1 by gamma into norm Tn z plus norm Tn x naught എന്ന് കിട്ടും. Okay, that is norm Tnx less than or equal to 1 by gamma into, ഓൾറെഡി നമുക്ക് നോം ടി എൻ ഇസഡ് ലെസ് താൻ ഓർ ഈക്വൽ ടു കെ നോട്ട് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നോം ടി എൻ എക്സ് നോട്ടും ലെസ് താൻ ഓർ ഈക്വൽ ടു കെ നോട്ട് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് നോം ടി എൻ എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 1 by gamma into കെ നോട്ട് പ്ലസ് കെ നോട്ട് എന്ന് കിട്ടും. ദാറ്റ് ഇസ് നോം ടി എൻ എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 1 by gamma into 2 കെ നോട്ട് എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 2 into gamma, 1 by gamma is 2 into norm x by r
Okay, that is our 1 by gamma. 1 by gamma is 2 into norm x by r. So that is equal to 2 into norm x divided by r into 2 k naught. That is equal to 4 norm x by r into k naught. So we get norm Tn x by norm x less than or equal to 4 by r into k naught. And taking the supreme on both sides, we get supreme x element of x naught equal to 0, norm Tn x by norm x less than or equal to 4 by r into k naught. And the left side is, by definition, that is our norm Tn. So we get norm Tn less than or equal to 4 by r into k naught. That is norm Tn. 4 by r into k naught is a fixed number, is a constant. So we get norm Tn, we can write norm Tn less than or equal to some c, where c is 4 by r into k naught. And that result is true for all n. So we get norm Tn less than or equal to c for all n. That is, we get sequence norm Tn is a bounded sequence. That is, if each fixed x, for each fixed x element of x, if sequence norm Tnx is bounded, then we get sequence norm Tn is bounded. If for each fixed x element of x, if sequence norm Tnx is bounded, that is a pointwise boundedness condition, then by the uniform boundedness theorem we get sequence norm Tn is bounded, that is uniformly bounded. So pointwise boundedness condition implies uniform boundedness. Okay, that is the uniform boundedness theorem. Okay, clear ആണോ? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് യൂണിഫോം ബൗണ്ടഡ്നെസ് തിയറം. പോയിന്റ് വൈസ് ബൗണ്ടഡ്നെസ് ഇംപ്ലൈസ് യൂണിഫോം ബൗണ്ടഡ്നെസ്, ദാറ്റ് ഇസ് യൂണിഫോം ബൗണ്ടഡ്നെസ് തിയറം. ഓക്കെ.